ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തമ്പിയുടെ ചെവിക്കൽ തീർത്തൊരെണ്ണം കാണിച്ചിട്ട് കൊടുത്തിട്ട് ഇറങ്ങി പോടാ എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു സൂര്യ. ഇല്ലെങ്കിലേ നീ ഇന്ന് രാത്രി നിന്റെ തല ഞാൻ അടിച്ച് പൊളിക്കുമെന്ന് നമ്മുടെ സൂര്യ പറഞ്ഞു എന്നും പറഞ്ഞ് ചെല്ലുവാണ് തമ്പി. ഇറങ്ങി പോടാ. അപ്പോഴേക്കും അയ്യോ ഇവിടെ ആരുമില്ലേ, അയ്യോ ഇവൻ എൻ്റെ ചകിട്ടത്തടിച്ച് ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വായോ എന്നും പറഞ്ഞ് കിടന്ന കാറുവാ. അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു. എന്താന്ന് ചോദിച്ചു. അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ദേ ഇവൻ ഇപ്പം എൻ്റെ ചകിട്ടത്തടിച്ചു, എല്ലാവരെയും വിളിക്കുക, ഈ വീട്ടിലുള്ള സകല ആൾക്കാരെ വിളിച്ചോണ്ട് വാ, വേഗം വാ, ഇവൻ ഓരോ അസുഖവും ഇല്ല, ഇവൻ ഫുൾ ആക്ടിങ് ആണ്, പോയി വിളിച്ചോണ്ട് വാ, എല്ലാവരും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ് ജാനകിയോട് തമ്പി പറയുമ്പോൾ ഈ മനുഷ്യന് ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ, അച്ഛൻ്റെ മരണം കാത്ത് നിങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് ജാനകി തമ്പിയോട് പറഞ്ഞു. നിങ്ങൾ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്, ഇറങ്ങിപ്പോണം, നിങ്ങളെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടതെന്ന് ജാനകി തമ്പിയോട് ചോദിക്കുവാണ്. അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ എപ്പോഴും നോക്കി ഇങ്ങനെ കിടക്കുക. അച്ഛൻ്റെ ചെകിട്ടത്തടിച്ചത് നിങ്ങളായിരിക്കും എന്ന് ജാനകി തമ്പി എടീന്ന് പറഞ്ഞ തമ്പി ഇങ്ങനെ നിൽക്കും കേട്ടോ. തമ്പി എന്നിട്ട് ഇങ്ങനെ സൂര്യയെ നോക്കുന്നു, സൂര്യ ഇങ്ങനെ ഇവനെ നോക്കുന്നു. ഓഹോ ഹോ 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 കാണിച്ചു തരാം, ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ തമ്പി തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് എന്താ അച്ഛൻ ഇവിടെ സംഭവിക്കുന്നതെന്ന് ജാനകി ചോദിച്ചു അച്ഛനോട്. തമ്പി അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ അറിയാൻ മോളെ, ഞാനൊന്നും അറിയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയോട് പറയാം അച്ഛൻ. ജാനകിക്കാണ് അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ മേലാതെ അദ്ദേഹം അവിടെ ഇരുന്ന് കരയുവാണ് നമ്മുടെ ജാനകിയെ. ഈ സമയത്ത് തമ്പി എന്ന് മോളോട് അവൻ ഫ്രോഡാ, ഭൂലോക ഫ്രോഡാണെന്നും പറയുന്നു. അവൻ ഇന്ന് ചാവും നാളെ ചാവും എന്നും പറഞ്ഞ് ആരും കാത്തിരിക്കേണ്ട, അവനെ ഒരസുഖവും ഇല്ലെന്നും പറഞ്ഞ് ഊരിക്കിൻ്റെ ശരീരം അവനെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നച്ഛ ഇതൊന്ന് നിർത്താൻ പറഞ്ഞു പറഞ്ഞ അച്ഛനോട്. ആ മനുഷ്യനെ കാണുമ്പോഴേ അച്ഛനെന്തോ മാനസിക വിഭ്രാന്തി പിടിപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് അപർണ പറയണം. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യനെ പ്രകോപിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടതാ, എന്നിട്ട് അയാൾ ആക്രമിക്കാൻ വരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. എന്താ അച്ഛ ഇത്? അങ്ങനെ തമ്പി അന്നേരം ആ സെക്കൻഡ് സമയത്ത് നടന്ന കാര്യങ്ങൾ ആലോചിക്കുക. അപ്പം ഇന്നെന്താ അച്ഛൻ പ്രത്യേകിച്ച് ഉണ്ടായതെന്ന് അപർണ ചോദിച്ചു. സൂര്യനാരായണൻ പറന്നു വന്ന് അച്ഛൻ്റെ കാരണക്കുറ്റിക്കിട്ട് പെട തരികയാണോ ചെയ്തത്? ഇങ്ങനെ കവളി പിടിച്ചൊക്കെ നിൽക്കുന്നത് എന്നിങ്ങനെ അപർണ ചോദിക്കുമ്പോൾ പറഞ്ഞു നിൽക്കുക. എടി മോളെ ഞാൻ പറയുന്നു ഒന്ന് കേക്കടി, എടി അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറഞ്ഞാൽ എൻ്റെ മോള് പോലും വിശ്വസിക്കത്തില്ല, വീണ്ടും ഞാൻ ഇവരുടെ മുന്നിൽ കോമാളിയാകും എന്നും പറഞ്ഞ് തമ്പി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നിൽക്കുക. എന്താ വെച്ചാൽ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു മകൾ അന്നേരം. നീ കാത്തിരുന്നോടി, അടുത്ത തവണ ഞാൻ വരുമ്പോൾ അവൻ്റെ അഭിനയം ഞാൻ കയ്യിൽ തരും പൊളിച്ച്, നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു തമ്പി. അതുപോലെ തന്നെ ഇനി ഞാൻ നിന്നോടൊന്നും പറയത്തില്ല. അച്ഛൻ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ശത്രുത ഊണിലും ഉറക്കത്തിലും കൊണ്ടു നടന്ന് നമ്മുടെ മനസ്സിനെ കീഴടക്കി കളയുമ്പോൾ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അച്ഛൻ ഈ സംഭവിച്ചിരിക്കുന്നതും അങ്ങനെ ഒരു വിഭ്രാന്തിയാണ്. സൂര്യനാരായണൻ എന്ന കൊടും ശത്രുവും ഇപ്പോഴും കരുത്തനായിട്ടുണ്ട് എന്നുള്ളൊരു പേടിയാണ് അച്ഛൻ്റെ പ്രശ്നം, അറിയാവോ എന്ന് ചോദിച്ചു. തമ്പി എന്തിനും ഇങ്ങനെ നോക്കുക മോളെ, നീ എന്നെ മാനസിക രോഗിയാക്കുവാണോ ഓടി എന്ന് ചോദിക്കുമ്പോൾ ആർക്കാണ് അച്ഛാ മാനസിക പ്രശ്നമില്ലാത്തത്? എനിക്ക് ഒരു പേടി മാത്രമേ ഉള്ളൂ, അങ്ങേരും മരിച്ചു കഴിഞ്ഞിട്ടും അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുതേന്ന്. അതാ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എടി നീ എൻ്റെ മോളായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ പൂരപ്പാട്ട് കേൾപ്പിച്ചേനെ നിന്നെ. ഡോക്ടർ സേതുലക്ഷ്മിയോട് ഞാൻ സംസാരിച്ചതാ. ഈ തളർച്ചയുടെ കൂടെ അങ്ങേർക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലവും ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ അവൻ ഇരട്ടച്ചങ്കാണെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമടി. അവന് 10 ചങ്കൻ എന്ന് പറഞ്ഞ് തമ്പി വണ്ടിയെ കയറി പോണു. മോളാണെ അച്ഛനെ നിസ്സഹായതയോട് നോക്കി ഇങ്ങനെ നിൽക്കുക. എൻ്റെ ദൈവമേ, അപകടത്തിലേക്കാണല്ലോ അച്ഛൻ പോകുന്നത്. സൂര്യനാരായണൻ മരിച്ചു കഴിഞ്ഞാൽ വിശ്വനാഥൻ തമ്പി ആളുകളെ കൊണ്ട് പറഞ്ഞ് ചിരിപ്പിക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ആ ഒരു സെറ്റപ്പും എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനും അമലും അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അച്ഛാ വാതിൽ തള്ളി തുറന്നൊന്നും ആരും വരാൻ പോകുന്നില്ല, അച്ഛനൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു അഭിയേട്ടൻ പറഞ്ഞത് സത്യമല്ലേ അച്ഛാ? അച്ഛൻ ഈ കിടപ്പൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞു അമലും. അദ്ദേഹം ഭയങ്കര വാശിയിൽ തന്നെ ഇങ്ങനെ ഇവിടെ കിടക്കുക. അതെ, നമുക്കൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകാം. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അച്ഛന് മാറ്റം വന്നു തുടങ്ങിയതാണെന്ന് നമുക്ക് എല്ലാവരോടും പറഞ്ഞാലോ എന്ന് അഭി ഇങ്ങനെ ചോദിച്ചു. സൂര്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് അച്ഛാ, ഇത്രയും ദിവസം അഭിനയിച്ച് കിടന്നതാണെന്നുള്ള ഒരു ദുഷ്പേര് മാറി കിട്ടുമല്ലോ എന്നൊക്കെ അമലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1-2 ദിവസം വാക്കറിൽ നടന്നൊക്കെ കാണിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ചാടി അങ്ങ് എഴുന്നേറ്റു. കൈ നുറ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നടന്നു കണ്ടിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനാടാ? എന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നതെന്നുള്ള കാര്യം സൂര്യ പറഞ്ഞു. അതിന് ഇത് തന്നെയാണ് എനിക്ക് സ്വീകാര്യമായി തോന്നുന്നൊരു വഴി. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കണം, വലിച്ചു വീർപ്പിച്ച മുഖങ്ങൾ കാണണ്ട,
സ്വസ്ഥമായി എനിക്ക് എൻ്റെ റൂമിലിരിക്കാം. ഇത് തന്നെയാണ് നല്ലതെന്ന് സൂര്യ ഇവരോട് പറഞ്ഞു. പിന്നെ റൂമിൽ വന്ന് എന്നെ പരിഹസിക്കുന്നവർക്കേ രാത്രി നല്ല പണി കൊടുക്കാനും എനിക്കറിയാമെന്നും സൂര്യ പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ ഈ കാണിക്കുന്നത് അമ്മയോടുള്ള പ്രതിഷേധമല്ലേ എന്ന് അഭി അന്നേരം ചോദിച്ചു. അമലും അത് കേട്ടുകൊണ്ടിരിക്കുക. എനിക്കതൊക്കെ നന്നായിട്ട് തന്നെ അറിയാം. അമ്മ അച്ഛൻ്റെ അരികിൽ വന്നെങ്കിൽ അച്ഛൻ ഈ അഭിനയമൊന്നും തുടരുകയില്ലായിരുന്നു എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അച്ഛനെ ഇപ്പം സ്വയം ശിക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെയാണോ അച്ഛാ? ഇനിയുള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടാ അച്ഛൻ രോഗം നടിച്ച് കിടക്കണത് അല്ലേ? എല്ലാം അറിഞ്ഞ അച്ഛൻ്റെ അഭിനയത്തിന് നല്ല മക്കൾക്ക് കൂട്ടു നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പ്ലാൻ ചെയ്ത് തന്നെയാണല്ലേ ഏട്ടനും അനിയനും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ അതെ, ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നതെന്ന് മക്കളും അന്നേരം പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞില്ലേ ഞാനിങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണെന്ന്? അതെ, എന്നോടുള്ള വെറുപ്പ് മാറ്റിവെച്ച് പ്രഭേനെ കാണാൻ വരട്ടെ. അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കാം. ഈ കിടപ്പ് ഞാൻ മതിയാക്കാം. അച്ഛൻ എഴുന്നേറ്റ് പുറത്തേക്ക് വരാം. അതുവരെ ഈ ഒരു കിടപ്പ് അച്ഛൻ തുടരുക തന്നെ ചെയ്യും. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വിവരം അതുവരെ ഞാനും നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയില്ല. സൂര്യനാരായണൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഈ സത്യം ആരും അറിയരുതെന്നും പറഞ്ഞു. അച്ഛാ മതി, അച്ഛനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ 2 മക്കളും മാത്രം മതിയെന്നും അതിലച്ഛൻ ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് സൂര്യ ഇങ്ങനെ മക്കളോട് പറയണു. മക്കൾ 2 പേരും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അച്ഛനും മക്കളും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. തൊട്ടടുത്ത നിമിഷം വക്കീലിനെ കാണാനായിട്ട് തമ്പി ചെല്ലും. അത് നമ്മുടെ സക്കീർ ഹുസൈൻ വക്കീലിനെ. അപ്പോൾ ഇതെന്തു പറ്റി തമ്പി സാറേ? എൻ്റെ വക്കീൽ ഓഫീസിന് മുന്നിൽ വന്നു തമ്പിയെ പോലെ ഒരാൾ കാത്തു നിൽക്കുന്നു. അപ്പം തന്നെ കാണാൻ ആൾക്കാർ വരുന്നത് എന്തിനാടോ? അതിന് തന്നെയാണ് ഞാനും വന്നതെന്ന് ഇയാൾ പറയാം. അപ്പം കേസ് ഏൽപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വക്കീലൊക്കെ ഉണ്ടല്ലോ. അതല്ല സക്കീർ ഭായ്, ഞാൻ വന്നത് ഈ കേസിൽ എനിക്ക് ജയിക്കണം. ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ താൻ തന്നെ ഈ കേസ് വാദിക്കുകയും വേണമെന്ന് പറഞ്ഞു. എന്നാൽ തമ്പി വാ, നമുക്ക് ഓഫീസിലേക്ക് പോകാം. വേണ്ട വേണ്ട വേണ്ട, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയൊരു കേസൊന്നും അല്ല ഇത്. ഇതേ ഒരു ഇരുട്ടടി കിട്ടിയ കേസാണെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അടി കിട്ടിയത് എനിക്കാണ്, പിന്നെയും നടി കിട്ടിയ ദൈവം തമ്പുരാനാണെങ്കിൽ പോലും കൊണ്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പം അതൊക്കെ അത്ര തന്നെ പറ്റത്തുള്ളൂ. അല്ല, തമ്പിയെ എടുത്തിട്ട് ചാമ്പാനും മാത്രം ആർക്കാ ഇത്രയ്ക്ക് ധൈര്യമുള്ളത് തമ്പി? ശത്രു എന്നൊക്കെ പറഞ്ഞാൽ തമ്പിക്ക് ഒരാളല്ലേ ഉള്ളൂ, അത് സൂര്യനാരായണനല്ലേ. പക്ഷേ സൂര്യ സാറ് സ്ട്രോക്ക് വന്ന് കിടപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനെ എനിക്ക് 1-ാം പ്രതിയാക്കണം. കോടതിയിൽ എനിക്ക് വേണ്ടി താൻ ഒരു ഹർജി ഫയൽ ചെയ്യാൻ പറഞ്ഞു. തന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അത് മാത്രം താൻ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അടി കൊണ്ടിട്ട് റിലീവ് വല്ലതും അടിച്ചു പോയോ തമ്പിയുടെ? കട്ടിലിൽ മരണം കാത്തു കിടക്കുന്ന ആ മനുഷ്യൻ തന്നെ തല്ലിയെന്നൊക്കെ പറയുമ്പോൾ എന്തു പറ്റിയിടോ? കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ തമ്പിക്ക്. എന്താ തമ്പി? വേറെ വക്കീലില്ലാഞ്ഞിട്ടല്ല ഞാനേ തന്നെ തേടി വന്നത് കേട്ടോ. തളർവാദ രോഗിയായിട്ട് സൂര്യ അഭിനയിച്ച് കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ താൻ അംഗീകരിക്കുമോ? അപ്പം അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഡോക്ടർ പോലും കൈ ഒഴിഞ്ഞ കേസല്ലേ. അപ്പം താൻ ഈ കേസ് കോടതിയിലൊന്ന് ഏൽപ്പിച്ചതാ. ഒരു വിദഗ്ധ ഡോക്ടർ സൂര്യയെ പരിശോധിച്ച ആ ഒരു റിപ്പോർട്ട് തരും. അവൻ്റെ രോഗം പുറം ലോകം അറിയും, തനിക്ക് നല്ല പേരും കിട്ടുമെന്ന് വക്കീലിനോട് പറയുമ്പോൾ സൂര്യ സാറിൻ്റെ വക്കീലായി എൻ്റെ അടുത്ത് വരേണ്ട കാര്യം തമ്പിക്ക് എന്താ? എനിക്ക് പേരുണ്ടാക്കി തരാനാണോ എന്ന് ചോദിച്ച് ഇയാളെ കളിയാക്കുമ്പോൾ എല്ലാം അറിയാവുന്ന താനല്ലേടോ ഈ കേസും വാദിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞിട്ട് ഇനി വക്കീലിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ചാടുമെന്നറിയാൻ തമ്പിയാണെങ്കിൽ വക്കീലിനെ ഇങ്ങനെ ചൂഴ്ന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. വക്കീൽ ആരാ പഠിച്ച കള്ളൻ? തമ്പി ഇറ്റ കാശ് വക്കീലിൻ്റെ പോക്കറ്റിലുണ്ടെന്നുള്ള കാര്യം തമ്പിക്കറിയില്ലല്ലോ. തമ്പിയാണെങ്കിൽ പറയുന്നതിനെല്ലാം ആ ഒരു ഇതിൽ നമ്മുടെ വക്കീൽ മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വക്കീൽ തമ്പി അവിടെ ഇട്ട് കറക്കി അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം തനിക്ക് നട്ടലുണ്ടെങ്കിൽ തമ്പി പോലീസിൽ പരാതി കൊടുക്കണോ? തന്നെ പഞ്ഞിക്കിട്ടതേ സൂര്യ സാറ് തന്നെയാണെന്ന് പറഞ്ഞു വക്കീൽ തമ്പിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഏർപ്പാടാക്കിയ 4-5 പിള്ളേരുമാണെന്നും പറഞ്ഞു കൊടുത്തു. ഇനി തനിക്ക് വരാൻ പോകുന്നതേ ഇതിനേക്കാളും വലിയ മുട്ടം പണിയാണെന്നും തമ്പിക്ക് താക്കീത് കൊടുക്കുക നമ്മുടെ വക്കീൽ. കൈ വേണോ കാല് വേണോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം നമ്മുടെ സൂര്യ സാറ് നടക്കുന്നതേ. താൻ സൂര്യ സാറിൻ്റെ ഒരു കൈ പിടിച്ച് എന്തോ അന്ന് പറഞ്ഞതിൻ്റെ കലിപ്പ് അദ്ദേഹത്തിനുണ്ട്. മിക്കവാറും തൻ്റെ കൈക്കാണ് കേട്ടോ സാധ്യത എന്നും പറഞ്ഞിട്ട് തമ്പി ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ തമ്പി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി പറ, തമ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താൻ പറഞ്ഞാലേ ആരും വിശ്വസിക്കാനാടൂ? ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. താൻ കേസിന് പോകുന്ന ദിവസം തന്നെ പകല് പിള്ളേർ തൻ്റെ കൈ കൊത്തും, നോക്കിക്കോളാൻ പറഞ്ഞു. തമ്പി ഇങ്ങനെ മേടിച്ച് നിൽക്കുവാണ്. അപ്പം താനേ സൂര്യസാറിൻ്റെ നേരെയുള്ള സകല തരികടകളും അവസാനിപ്പിച്ച ഒതുങ്ങി കൂടി നടക്കാൻ നോക്കുക.
തന്നോട് ഞാൻ ഒരിക്കലേ ഇക്കാര്യം പറഞ്ഞതാ. സൂര്യ സാറിന് അസ്തമയം മാത്രമല്ല ഉദയം കൂടി ഉണ്ടെന്നുള്ള കാര്യം താനത് മറന്നുപോയിട്ടില്ലല്ലോ. താൻ ഈ കേസ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൂടെ നമുക്കതങ്ങ് പോരിപ്പിച്ചെടുക്കാവിടോ. ദേ പടനിലത്ത് തമ്പിക്ക് തളർവാദ രോഗിയുടെ ഇരുട്ടടി എങ്ങനെയുണ്ടാകും, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിച്ചു. സൂര്യ സാറിൻ്റെ ഭാഗം ഞാൻ വാദിച്ചോളാം. തന്നെ ഞാൻ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കും. വേണ്ടി വന്നാലേ ഈ ചെവിയിൽ ഒരു ചെമ്പരത്തി പൂവ് കൂടി വെച്ച് തരും. അടിപൊളി ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് കോടതിയിൽ കാണാം. എന്താ തമ്പി, ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വക്കീൽ അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് തമ്പി ഇങ്ങനെ ആകെ തലയ്ക്ക് വട്ട് കയറി അവിടെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി അവിടെ ഡൈനിങ് ടേബിൾ തുറച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അജയ് മുതലാളി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്താ കാണണമെന്ന് ഫോണിലൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് അജയ് ജാനകിയോട് ചോദിക്കുമ്പം അജയോട് ചോദിക്കാൻ ഇപ്പോൾ അനുവാദമൊക്കെ വാങ്ങിക്കണമല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് ജാനകി പറഞ്ഞപ്പം ഞാനൊരല്പം ബിസിയാണ്, കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അജയ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ബിസിനസ് എന്ന് പറയുന്നതൊക്കെ നിരഞ്ജനയുടെ കണ്ണിൽ മണ്ണിടാനുള്ള ഒരു നുണക്കഥയല്ലേ എന്നിങ്ങനെ ജാനകി ചോദിക്കുവാണ്. അപ്പോൾ ഇവനിങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ, എന്താ ഇവരിങ്ങനെ പറയുന്നതെന്ന് ഓർത്ത്. അജയ്ക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്തായാലും പറയുന്നതെല്ലാം വിശ്വസിക്കാൻ ഒരു ഭാര്യയുള്ളത് സൗകര്യമായി. അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വെച്ചാണ് പറയുന്നതെങ്കിൽ അതൊന്ന് തുറന്നു പറയണമെന്ന് പറയുന്നു ഈ അജയോട്. ഹണി റോസിൻ്റെ കാര്യം തന്നെ എനിക്ക് അജയോട് പറയാനുള്ളതെന്ന് ജാനകി പറയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നിന്നെടുത്ത് നിന്ന് ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി അവൾ ആരാണെന്ന് നീ എന്നോട് ചോദിക്കുമോ എന്ന് ജാനകി ഇവനോട് ചോദിച്ചു. ബാംഗ്ലൂരിൽ പോയി അജയ് താമസിച്ചത് ഹണി റോസിൻ്റെ കൂടെ അവളുടെ ഫ്ലാറ്റിലായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അജയ്ക്ക് പിന്നെ മിണ്ടാട്ടില്ല. അജയ് കിടന്നങ്ങോട്ട് ഒരു വേർത്ത് കുളിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പച്ചക്കള്ളോ നിങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കിടന്ന് ഉരുളാൻ നോക്കുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ വരട്ടി എൻ്റെ നാവടപ്പിക്കാനാണോ നിങ്ങൾ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ആൾ തെറ്റിപ്പോയെന്നൊക്കെ ഇവ പറയുമ്പോൾ നീ അവിടെ അടങ്ങി നിൽക്കണമെന്ന് ജാനകി ഇവനോട് പറഞ്ഞു. കൂടുതൽ നീ മുകളിലോട്ടൊന്നും കയറാൻ നോക്കണ്ട. നീ ആരാണെന്ന് ഇപ്പോഴോ എൻ്റെ ഭർത്താവ് നിന്റെ സ്വന്തക്കാരോ ആരും അറിഞ്ഞിട്ടില്ല. അതറിഞ്ഞാലുണ്ടല്ലോ കുറേ വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ടും നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. നിന്റെ തനി നിറം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എന്ത് പേരാ നിനക്ക് ചേരുന്നെന്നും എനിക്കറിയില്ല. ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതായി നടിക്കുക, സമ്പത്ത് കണ്ട് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറാവുക, ആ സമയം ഒരു മേരടുത്തിയുമായി 4 വർഷം ലിവിങ് ടുഗദർ, മറ്റുള്ളവരുടെ മുന്നിൽ പഞ്ചപാവും. നീ ആരാണെന്ന് ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥ മുഖം പിടികിട്ടിയതെന്ന് ജാനകി ഇവനോട് പറഞ്ഞു. നിന്നെ തേടി ഹണി റോസ് വരുമ്പോഴൊക്കെ നീ ഒരു തെറ്റും ചെയ്യാത്ത ശരണിനെ ബലിയാടാക്കിക്കൊണ്ടിരുന്നു. എന്താടാ ശരിയല്ലേ? സ്വന്തം പെങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകുന്നത് നിനക്ക് വിഷയമല്ലാതായല്ലേടാ എന്ന് ചോദിച്ചു. അജയ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നിനക്കല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ മറ്റാർക്കും കഴിയില്ലടാ എന്നും പറഞ്ഞ് പറയുവാണ്. സമയമായപ്പോൾ നീ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞതിലും എനിക്കിപ്പോൾ ഇതിൽ ഒരനുഭവം അതിശക്തിയും തോന്നുന്നില്ലടാ എന്നും പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താ, അത് നിങ്ങൾ പറയാൻ പറഞ്ഞു. ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ഈ അജയ് ജാനകിയോട് ചോദിക്കും കേട്ടോ. പിന്നെ പഴയ കഥകളൊക്കെ ഇനി ഇവിടെ പറയേണ്ട യാതൊരു കാര്യമില്ല. ഇത് വെച്ച് എന്നെ നാവടക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എനിക്ക് ചെയ്യാൻ പലതും ഉണ്ടെന്ന് ഇവൻ പറഞ്ഞു ജാനകിയോട്. ആളമുട്ടിയാലേ തിരിഞ്ഞു കൊത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പം നിന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് ഒന്നും നേടാനില്ല അജയ്. അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ്. വേദന മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നെപ്പറ്റി ഓർത്ത്. അത് നിന്നെ ഓർത്തിട്ടല്ല, ഒരു പാവപ്പെട്ട പെണ്ണിനെ ഓർത്ത്. നിന്നെ വിശ്വസിച്ച് വന്ന ആ നിരഞ്ജനെ ഓർത്ത്. ഇപ്പോഴേ നിരഞ്ജനയുടെ മനസ്സിൽ നിരാശ ബാധിച്ചിട്ടുണ്ട്. അത് നിന്റെ അവഗണന ഓർത്തിട്ടാണെന്നുള്ള കാര്യം ജാനകി ഇവനോട് പറഞ്ഞു കേട്ടോ. ഹണി റോസുമായിട്ടുള്ള നിന്റെ അവിശുദ്ധ ബന്ധം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ അപർണയെ പോലെ പ്രതികരിക്കുന്ന പെണ്ണല്ല നിരഞ്ജനെന്ന് നീ ഓർത്ത് വെക്കുന്നത് നല്ലതാ. പിന്നെ നീ ഭൂമിയിൽ പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ പിന്നെ നിന്റെ പിന്നാലെ തന്നെ അവൾ ഉണ്ടാകും. നീ ഉദ്ദേശിക്കുന്ന ജീവിതം നിനക്ക് കിട്ടാനും പോകുന്നില്ല എന്നും ജാനകി ഇവനോട് താക്കീത് കൊടുക്കുന്നു. മകൾക്ക് വേണ്ടി കാല് പിടിക്കാൻ പോലും തയ്യാറായ മനുഷ്യനാണ് അയാളെ വിഡ്ഢിയാക്കാൻ നിനക്ക് കഴിയില്ല. നീ ഒരു തന്ത്രശാലിയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ തന്ത്രങ്ങൾ നീ കാണിച്ചാലും നിനക്ക് രക്ഷപ്പെടാനാവില്ലെന്നും ജാനകി അവൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. അങ്ങനെ അവനെ ശരിക്കും പൂട്ടിക്കളഞ്ഞു നമ്മുടെ ജാനകി. എനിക്ക് നിന്നോട് അവസാനമായിട്ട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ വഴിവിട്ട ബന്ധം നീ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്, മര്യാദയ്ക്ക് ജീവിക്കണമെന്നുള്ളതാണെന്നും പറഞ്ഞ് അതിന് നിരഞ്ജനയോട് നീ ആത്മാർത്ഥത കാണിച്ചേ പറ്റുമെന്നും ഇവന് താക്കീത് കൊടുത്ത് ജാനകി ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ജാനകി ഇവനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയുവാണ്. അപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞ്
ഇങ്ങനെ ഇവർ പറയും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അഭിയും അമലും സക്കീർ ഹുസൈനും അതുപോലെ തന്നെ സൂര്യയും കൂടി ഇങ്ങനെ ഒരു കോഴിയെ മുഴുവനായിട്ടൊക്കെ പൊരിച്ച് അവർ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ അവരിത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഈ സമയത്ത് ഇന്ന് തമ്പി വന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വക്കീൽ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് എന്തോ ലിക്കറൊക്കെ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനത് എന്ത് പറ്റിയെന്ന് അഭി ചോദിച്ചു. അപ്പോൾ അമല് പറഞ്ഞു, ഇത്രയും നാളത്തെ പോലെയല്ല, അച്ഛൻ അടിമുടി ആളാകെ മാറിയിരിക്കുകയാണെന്ന്. അപ്പം മരണത്തിൽ നിന്നും അച്ഛനെ നമുക്ക് തിരിച്ചു കിട്ടിയതല്ല അഭിയേട്ടാ, അച്ഛൻ ആസ്വദിക്കട്ടെ, അച്ഛൻ എൻജോയ് ചെയ്യട്ടെ അഭിയേട്ടാ, അപ്പം നമ്മളായിട്ട് അത് ഇല്ലാണ്ടാക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറയണു. അവർ രണ്ടുപേരും കൂടെ കഴിക്കലും ഇരിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ദേ മക്കള് ചിക്കൻ മുഴുവനെ പൊരിച്ചതൊക്കെ അച്ഛനും കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം നിൽക്കുക. അപ്പം നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ കഴിച്ചോടാ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, ഇന്നൊരു ദിവസത്തേക്കല്ലേടാ, കഴിച്ചോളാൻ പറഞ്ഞു അച്ഛൻ. അപ്പോഴത്തേക്കും മക്കൾ ഇങ്ങനെ പതുക്കെ ഷർട്ടൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛൻ രണ്ടു പേർക്കൊക്കെ എന്നിട്ട് ഇവർക്ക് കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ മക്കൾ കഴിക്കുന്നില്ല. അങ്ങനെ നല്ല സന്തോഷമായിട്ട് അച്ഛനും മക്കളും കൂടെ അവരുടെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ അമൽ ഇങ്ങനെ മടിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു പെഗ്ഗൊക്കെ മേടിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സന്തോഷമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷമുള്ളപ്പോൾ എൻ്റെ മോനും ഓരോന്നൊക്കെ കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ അച്ഛൻ. അങ്ങനെ ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.